ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വചനഭാഗം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 6 മുതലുള്ള വാക്യങ്ങൾ. ഈ ഭാഗം വായിക്കുമ്പോൾ ഏദൻ തോട്ടത്തിലായിരുന്ന ആദാമിന്റെയും ഹവ്വയുടെയും ജീവിതത്തില് ആദ്യത്തെ പാപം സംഭവിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കാട്ടുജന്തുക്കളില് ഏറ്റവും കൗശലമേറിയ പാമ്പ് കടന്നു വന്ന് സ്ത്രീയോട് വൃക്ഷത്തിന്റെ ഫലം തിന്നുവാനായിട്ട് ആവശ്യപ്പെടുന്നു. അതിന്റെ മേന്മ പറഞ്ഞു കൊടുക്കുന്നു. സ്ത്രീ അത് പറിച്ച് കഴിക്കുന്നു. അതുപോലെ തന്നെ ആദാമിനും ആ ഫലം കൊണ്ടുപോയി കൊടുക്കുന്നതായിട്ട്, ആദാം കഴിക്കുന്നതായിട്ടും നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. നോമ്പ് കാലത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഈ വചനഭാഗത്തിന് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ ഭാഗം വായിക്കുമ്പോൾ നമ്മുടെ പശ്ചാത്താപ പ്രാർത്ഥനകള് ഈ നാളുകളിൽ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ ആദാമിന്റെയും ഹവ്വയുടെയും ജീവിതത്തില് പാപം സംഭവിക്കുന്നു. ദൈവകൽപ്പനയെ അവർ ലംഘിക്കുന്നു. വെയിലാറാറായപ്പോൾ ആദാമും ഹവ്വയും യഹോവയായ ദൈവം തോട്ടത്തിലൂടെ നടക്കുന്ന ഒരു ഒച്ച കേൾക്കുന്നതായിട്ട് വചനം പറയുന്നു. ഈ ഒച്ച കേൾക്കുമ്പോൾ തന്നെ ഇവര് പോയി ഒളിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലും പാപം സംഭവിക്കുമ്പോൾ, ദൈവപ്രവർത്തിക്ക് എതിരായിട്ട് എന്തെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ, ദൈവത്തിന്റെ ദൂതുകൾ ലംഘിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവ് പാപബോധം കൊണ്ടുവരും. നമ്മൾ പലപ്പോഴും പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ തരുന്ന ഈ പാപബോധത്തിന്റെ കാലൊച്ചയെ അവഗണിച്ചു കളയുവാനാണ് ശ്രമിക്കാറ്. എന്നാൽ ഒരു പാപം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ പരിശുദ്ധാത്മാവ് പാപബോധം തരുമ്പോൾ നമ്മൾ യഥാർത്ഥമായിട്ട് ഹൃദയനുറുക്കത്തോടെ പശ്ചാത്താപ പ്രാർത്ഥനകൾ എടുക്കണം. ആ പശ്ചാത്താപ പ്രാർത്ഥനകളിലൂടെ നമുക്ക് ശുദ്ധീകരണം ലഭിക്കുവാനായിട്ട് ഇടയാകും. മറിച്ച് പാപം ഏറ്റുപറയാതെ മുന്നോട്ട് പോകുകയാണെങ്കിൽ ആദാമിന്റെയും ഹവ്വയുടെയും ജീവിതത്തിൽ സംഭവിച്ചതുപോലെ ഏദൻ തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കപ്പെട്ടതുപോലെ ദൈവ സാന്നിധ്യത്തിന്റെ തണലിൽ നിന്ന് നമ്മൾ പുറത്താക്കപ്പെടും. അത് സംഭവിക്കാതിരിക്കാൻ നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഹൃദയനുറുക്കത്തോടെ കടന്നു ചെല്ലാം. എങ്ങനെയാണ് നമ്മുടെ പശ്ചാത്താപ പ്രാർത്ഥനകൾ എടുക്കേണ്ടത്? ഇവിടെ ആദാമിനോടും ഹവ്വയോടും യഹോവയായ ദൈവം ചോദിക്കുന്നു, തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ ഭക്ഷിച്ചുവോ? അപ്പോൾ സ്ത്രീ പറയുന്നു, പാമ്പ് എന്നെ ചതിച്ചു. ആദാം പറയുന്നു, സ്ത്രീ തന്നു, ഞാൻ കഴിച്ചു എന്ന്. നമ്മുടെ ജീവിതത്തിലും പാപം സംഭവിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ പശ്ചാത്താപ പ്രാർത്ഥനകൾ ഇപ്രകാരമുള്ളതാണ്. ഒരു സ്വയം നീതീകരണം അതിനകത്ത് കടന്നുകൂടാറുണ്ട്. നമ്മൾ ആദ്യം ചെയ്യുന്നത് പാപം സംഭവിക്കുവാൻ കാരണമായ സാഹചര്യത്തെ ദൈവത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുവാനായിട്ട് ശ്രമിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക, ഏത് സാഹചര്യത്തിലാണ് പാപം സംഭവിച്ചത്, എങ്ങനെയാണ് പാപം സംഭവിച്ചത്, ഇതെല്ലാം യഹോവയായ ദൈവത്തിന് വ്യക്തമായി അറിയാം. നമ്മൾ പശ്ചാത്താപ പ്രാർത്ഥനകളിൽ ചെയ്യേണ്ടത്, നമ്മൾ എന്ത് തെറ്റാണോ ചെയ്തത് അത് ഹൃദയനുറുക്കത്തോടുകൂടെ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കുകയാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ ഒരു സ്വയം ന്യായീകരണത്തിന് ശ്രമിക്കുകയല്ല വേണ്ടത്. ഇന്നാള് നമ്മളോട് ദേഷ്യപ്പെട്ടു, ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി, അതുകൊണ്ട് ഞാൻ തിരിച്ച് ദേഷ്യപ്പെടുവാൻ ഇടയായി, അല്ലെങ്കിൽ പാമ്പ് തന്നു അതുകൊണ്ട് ഞാൻ കഴിച്ചു, സ്ത്രീ തന്നു അതുകൊണ്ട് ഞാൻ കഴിച്ചു. ഇങ്ങനെ സാഹചര്യങ്ങള് ദൈവത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ ശ്രമിക്കാതെ, മറ്റുള്ളവരുടെ കുറ്റം ദൈവത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ശ്രമിക്കാതെ, പശ്ചാത്താപ പ്രാർത്ഥനകളിൽ നമ്മുടെ ഭാഗത്തു നിന്ന് എന്ത് തെറ്റാണോ സംഭവിച്ചത് അത് ദൈവസന്നിധിയിൽ ഹൃദയനുറുക്കത്തോടെ തകർന്ന മനസ്സോടുകൂടെ ദാവീദ് 51-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ നുറുങ്ങിയ ഹൃദയത്തോടുകൂടെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുക. നമ്മുടെ ജീവിതത്തിൽ ഒരു പാപം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ദൈവസന്നിധിയിൽ ഏറ്റുപറയാതെ അതിനെ ഒളിച്ചു വച്ച് ആരും കണ്ടില്ലെന്ന് നടിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിച്ചാലും യഹോവയായ ദൈവത്തിന്റെ മുന്നിൽ എല്ലാം നഗ്നവും മലർന്നതുമായിരിക്കുന്നു. എത്ര അത്തിയില കൊണ്ട് അരയാട ഉണ്ടാക്കി ഉടുത്ത് നിങ്ങളുടെ പാപങ്ങളെ മറയ്ക്കുവാൻ ശ്രമിച്ചാലും ദൈവസന്നിധിയിൽ ഈ പാപങ്ങളെല്ലാം തുറന്ന പുസ്തകം പോലെ കിടക്കുന്നു. അതുകൊണ്ട് ഈ നോമ്പ് കാലത്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഹൃദയനുറുക്കത്തോടെ യഥാർത്ഥമായിട്ട് ഏറ്റുപറയാം. പശ്ചാത്താപ ഹൃദയത്തോടുകൂടെ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലാം. ക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് ശുദ്ധീകരണം പ്രാപിക്കാം. ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുമെന്ന് വചനം പറയുന്നു. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.